ഹലോ ഗായ്സ്, അപ്പോൾ അതേ നമ്മൾ 4 പേരും കൂടി ഒന്ന് പുറത്തോട്ട് പോവുകയാണ്. എന്തായാലും ഹോളിഡേ അല്ലേ, അപ്പോൾ പിള്ളേർക്കൊരു എൻജോയ്മെൻറ്റ് വേണ്ടേ. അപ്പോൾ നമ്മളിതേ പാർക്കിലോട്ടാണ് പോണത്. അപ്പോൾ ഇതേ നല്ല മഴക്കാരുണ്ട്. മഴ പെയ്യോ ഇല്ലേന്ന് അറിയില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനൊക്കെ കംപ്ലീറ്റ് പോകും. അപ്പോൾ എന്തായാലും മഴ പെയ്യില്ല എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രത്യേക ഒരു രസമാണല്ലോ ഈ മഴക്കാരും ഒരു ഡ്രൈവിങ്ങും കൂട്ടത്തിൽ നല്ലൊരു പാട്ടും കൂടി ഉണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഫീലല്ലേ. അടിപൊളിയായിരുന്നു. നമുക്ക് കേട്ടോണ്ടിരിക്കും. ഈ പാട്ടും കേട്ട് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ. ഇത് വൈറ്റിലയിലുള്ള ഒരു പാർക്കാണ്, ചിൽഡ്രൻസ് പാർക്കാണ്. അടിപൊളി. ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ശിവക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിട്ട്. അവന് ഇലക്ട്രിക് കാറുണ്ട് പിള്ളേർക്ക് പറ്റിയത്. അപ്പോൾ അത് ഓടിക്കാൻ വേണ്ടിയാണ് അവൻ്റെ മെയിൻ കാര്യം. അപ്പോൾ ഏട്ടൻ എൻട്രി ഫീസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കാറിൻ്റെ സെക്ഷനിലോട്ടായിരിക്കും പോണത്. വേറെ ഒന്നും അവൻ നോക്കില്ല, നേരെ കാർ എടുക്കാനായിരിക്കും പോണത്. അവൻ അതിന് വേണ്ടിയാണ് മെയിൻ ഇവിടെ വരുന്നത്. അപ്പോൾ അവൻ കാറും എടുത്ത്, ഇത് ഇലക്ട്രിക് കാറാണ്. അപ്പോൾ അവർ ഇത്ര സമയത്തേക്കാണ് തരുന്നത്. അപ്പോൾ മഴക്കാരുള്ളതുകൊണ്ട് അവർ പ്രത്യേകം നമ്മളോട് പറഞ്ഞു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ റീഫണ്ട് തരില്ല, നമ്മൾ കാറ് മേടിച്ച് വെക്കും എന്നും പറഞ്ഞു. പിന്നെ ദൈവഭാഗ്യത്തിന് മഴ അവൻ്റെ ആ ടൈമിങ്ങിന് മഴ പെയ്തില്ല. അതുകൊണ്ട് പിന്നെ അവന് കുറച്ച് നേരം ഓടിക്കാൻ പറ്റിയിട്ടോ. ഒല്ലുവിനെയാണെങ്കിൽ നമ്മൾ അവിടെ ചെറുതായിട്ടൊന്ന് നമ്മുടേതായ രീതിയിൽ അവനെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിച്ചു. അവനെ ഇറക്കി വിടാൻ പറ്റാത്ത പ്രായമായതുകൊണ്ട് നമ്മൾ തന്നെ അവനെ എൻജോയ് ചെയ്യിപ്പിച്ചു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവൻ ഓടി നടന്ന് കളിച്ചോളുമല്ലോ. ശിവ നല്ലോണം കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ ഇതിനകത്ത്. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ഓടിക്കണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ഇടിപ്പിക്കും. ഒല്ലു ആണെങ്കിൽ അതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒല്ലുവിന് പിടച്ച് കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ നമ്മൾ അവിടെ കൊണ്ടുപോയപ്പോൾ അവൻ ആകെ ഒരു മന്നിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. എന്താണിത് ഇവിടെ ജനലിലൊക്കെ ആണെങ്കിൽ അവനെ ഓടി കയറിയാൻ, ഇവിടെ കയറാൻ പറഞ്ഞിട്ട് അവൻ കയറാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഇത് കൊള്ളാലോ ഈ ഐറ്റം എന്ന് പറഞ്ഞ്. പിന്നെ അവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. നമ്മുടെ വീഗാലാൻഡിലൊക്കെ പോലെ ഒരു ചെറിയ ഐറ്റമാണ്. പിള്ളേരൊക്കെ അവിടെ വന്ന് തകർക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ശിവയ്ക്കാണെങ്കിൽ പൂളിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവൻ ആ കാറിലേ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ വന്ന് പിള്ളേരെ എൻജോയ് ചെയ്യുന്നത് നമ്മളത് കണ്ടും എൻജോയ് ചെയ്തു. പിള്ളേരെന്തായാലും കളിക്കണേലേ, അപ്പോൾ അത് നമുക്ക് കാണുമെങ്കിലും ചെയ്യാമല്ലോ എന്നും പറഞ്ഞ്. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരു മുകളിലിങ്ങനെ ടാങ്ക് നിറയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. വീണാണ്. ആഹാ അടിപൊളി. അതങ്ങനെ വീണാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ നമ്മൾ അതും കണ്ട് മഴ പെയ്തപ്പോൾ നമ്മൾ കയറി നിന്നിട്ട് എൻട്രി ഫീസിനൊപ്പം അവിടെ ഐസ്ക്രീമും ഫ്രീ ഉണ്ട് നമുക്ക്. എന്തായാലും എൻട്രി ഫീസ് എടുക്കണമല്ലേ. അപ്പോൾ ആ ഐസ്ക്രീമും നമ്മൾ കഴിച്ച് നേരെ ഇൻഡോർ ഗെയിമിൽ ഒരു വീഡിയോ ഗെയിം കളിക്കാനാണ് കയറിയത്. അതൊരു ഷൂട്ടിംഗ് ഗെയിമാണ്. അത് അവൻ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു. അവൻ ഈ വക ഗെയിമൊക്കെയാണ് താല്പര്യം. അപ്പോൾ ആ ഷൂട്ടിംഗ് ഗെയിമും കളിച്ച് നമ്മൾ പിന്നെ അവിടെ ഒരു ട്രെയിൻ പോലെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ അകത്തൊക്കെ കയറി. മഴ ആയതുകൊണ്ട് നമ്മൾ വേറെ സാധനങ്ങളിലൊന്നും നമുക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഉള്ള ഒരു മഴ കൊള്ളാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കയറി എൻജോയ് ചെയ്ത് മഴ മാറില്ലാതെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് വേഗം വിട്ടു കേട്ടോ. മഴ മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ പതിയെ അവിടെ നിന്ന് വിട്ടു കേട്ടോ. ഇനിയും നമ്മൾ മഴ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ നമുക്ക് സമയങ്ങളൊക്കെ വൈകില്ലേ. അതുകൊണ്ട് നമ്മൾ നേരെ ഒരു ഡിന്നർ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വൈറ്റിലയിലുള്ള തക്കാരത്തിലോട്ട് നമ്മൾ പോയി. അവിടെ അങ്ങോട്ട് പോയി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒല്ലുവിനാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് വലിയ കുഴപ്പമൊന്നുമില്ല. ഹോട്ടലിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കാനൊന്നും വലിയ സീനൊന്നുമില്ല. കരച്ചിലും ബഹളമൊന്നും ഉണ്ടാവില്ല. അവന് നമ്മുടെ കൂടെ ഒരു സീറ്റൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ തുള്ളി ചാടായിരുന്നു കേട്ടോ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ വേറെ ആൾക്കാർ ആദ്യം ബഹളവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ വന്നു. വെള്ളയപ്പം ഒരു ബീഫ് കറിയുമാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്തത് പാൽ പൊറോട്ടയായിരുന്നു. പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നുമില്ല. 3 പൊറോട്ടയും കുറച്ച് പാലും കുറച്ച് ബീഫ് കറി, അതായിരുന്നു. വലിയ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കാണുമ്പോൾ ആ മെനു കാർഡിൽ കണ്ടപ്പോൾ ഒരു വെറൈറ്റി. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പാൽ പൊറോട്ട. അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. എന്നാലും വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം നമുക്ക് കഴിച്ചു പോകാം. പിന്നെ ആ പാലിന് ഭയങ്കര മധുരമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് പറ്റിയില്ല.
എന്നാലും കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഓർഡർ ചെയ്തതല്ലേ. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. മെട്രോ ഒക്കെ പോകുന്നുണ്ട്. നല്ല മിന്നലുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ അധികം വൈകാണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.